അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഗർഭധാരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എവിടെ നിന്ന് തുടങ്ങണം, ഗർഭിണിയാവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഈ വിഷയം പറയുമ്പോൾ ചിലർക്കെങ്കിലും ആവർത്തന വിരസത തോന്നാം. അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല. എത്ര കേട്ടാലും ഇതിലെ സംശയവും ആശങ്കകളും ഏറെ പേർക്കും ബാക്കി തന്നെയാണ്. ഒരു കുട്ടി ഉണ്ടാവുക എന്നത് ഒരിക്കലും ഒരു മാന്ത്രിക വിദ്യയിലൂടെയോ അല്ലെങ്കിൽ ഒരു മിറാക്കിളിലൂടെയോ സംഭവിക്കുന്നതല്ല. ക്ഷമയോടെ നമ്മുടെ ശരീരത്തെ ഈ പ്രോസസ്സിന് വേണ്ടി കൃത്യമായി പാകപ്പെടുത്തിയെടുക്കുന്നതിലൂടെയാണ് ഗർഭധാരണത്തിലേക്ക് നയിക്കുന്നത്. ദമ്പതികൾ ഒരുമിച്ച് ഒരു വർഷമെങ്കിലും താമസിക്കുകയും ഗർഭനിരോധന ഉപാധികളൊന്നുമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടും ഗർഭധാരണം നടക്കുന്നില്ല എങ്കിൽ ഒരു ഗൈനക്കോളജി ഡോക്ടറെ കണ്ട് രണ്ടുപേരും പരിശോധനകൾക്ക് വിധേയമാകണം. പലപ്പോഴും സ്ത്രീകളുടെ കുഴപ്പം കൊണ്ട് മാത്രമാണ് ഗർഭധാരണം നടക്കാതിരിക്കുന്നത് എന്നൊരു ധാരണ നമ്മുടെ ആളുകൾക്കിടയിലുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് നല്ല ഒരു ശതമാനം വന്ധ്യതാ കേസുകളും പുരുഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടി കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഡോക്ടറുടെ പരിശോധനകൾക്ക് വിധേയമാകണം. ഭൂരിഭാഗം പ്രശ്നങ്ങളും തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയാൽ ചികിത്സയിലൂടെ പരിഹരിക്കാൻ നമുക്ക് കഴിയും. ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം ടെൻഷന്, സ്ട്രെസ് എന്നിവ ഒഴിവാക്കുക എന്നതാണ്. നിങ്ങൾ സ്ഥിരമായി സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ അനുഭവിക്കുന്ന ആളാണ് എങ്കിൽ അത് എളുപ്പത്തിൽ നിങ്ങളുടെ പ്രത്യുൽപാദന കഴിവിനെ പല നിലക്കും ബാധിക്കും. ആർത്തവം, ഓവുലേഷൻ, അണ്ടവളർച്ച, ബീജങ്ങളുടെ ശേഷി, ലൈംഗിക കഴിവ്, ഇതിനെയൊക്കെ ടെൻഷൻ, സ്ട്രെസ് ദോഷകരമായി ബാധിക്കും. വിവാഹം കഴിഞ്ഞ ആദ്യ വർഷത്തിൽ ഗർഭധാരണം നടക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ അനുഭവിച്ച ടെൻഷൻ തുടർ വർഷങ്ങളിൽ നിങ്ങളിൽ ഗർഭധാരണ തടസ്സങ്ങൾക്ക് വരെ കാരണമാകാം. അതുകൊണ്ടാണ് എപ്പോഴും എല്ലാവരോടും ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നത്. സ്ട്രെസ് കുറക്കാനും റിലാക്സ് ആവാനും എന്തൊക്കെ വഴികളുണ്ടോ അത് നിങ്ങൾ തേടുക തന്നെ വേണം. പാട്ട് കേൾക്കാം, ഔട്ടിംഗ് ആവാം, ഫ്രണ്ട്ഷിപ്പ് ആകാം, യോഗ, മെഡിറ്റേഷൻ, നടത്തം, വിനോദ പരിപാടികൾ, അങ്ങനെയുള്ള ഏതു കാര്യങ്ങളിലൂടെയും നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ആ സന്തോഷം നിലനിർത്തുകയും വേണം. മറ്റൊന്ന്, ഒരു ഫെർട്ടിലിറ്റി ഡയറ്റ് നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കണം. പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും പ്രഭാത ഭക്ഷണത്തിൽ തീർച്ചയായും ഉൾപ്പെടുത്തിയിരിക്കണം. ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തിന് വേണ്ട ഫോളിക് ആസിഡ്, കാൽസ്യം, അയണ്, മറ്റ് വിവിധ തരം വിറ്റാമിനുകൾ എന്നിവയൊക്കെ ലഭിക്കുന്ന രീതിയിലുള്ള ഭക്ഷണമായിരിക്കണം പ്രഭാത ഭക്ഷണം. ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകൾ ലഭിക്കുന്നു എന്നും ഉറപ്പുവരുത്തണം. വെജിറ്റബിൾ പ്രോട്ടീനാണ് ശരീരത്തിന് നല്ലത്. ഇത് നിങ്ങളുടെ ഗർഭധാരണം വേഗത്തിലാക്കും എന്ന് മാത്രമല്ല, ആരോഗ്യമുള്ള ഭ്രൂണമുണ്ടാകാനും ആരോഗ്യമുള്ള ഗർഭകാലത്തിനും ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നിങ്ങളുടെ ശരീരത്തിന് മതിയായ പോഷണം ലഭിക്കാത്തതിൻ്റെ കുറവ് കൊണ്ട് മാത്രം കുഞ്ഞിന് വളർച്ചക്കുറവ്, അബോർഷന്, വൈകല്യങ്ങൾ എന്നിവ സംഭവിക്കുന്നു എന്നുകൂടി അറിയണം. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമെങ്കിൽ ഫോളിക് ആസിഡ്, അയണ്, കാൽസ്യം എന്നിവയുടെ സപ്ലിമെൻറ്റുകളും ആവാം. ചില സ്പെഷ്യൽ ഭക്ഷണങ്ങൾ ആണിലും പെണ്ണിലും ഒരുപോലെ ഗർഭസാധ്യത കൂട്ടും. അത്തരത്തിൽ ഉള്ള ഒന്നാണ് ഉണക്കമുന്തിരി കഴിക്കുന്നത്. ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് വെച്ചത് നിങ്ങൾക്ക് രണ്ടുപേരുടെയും ഡയറ്റിൻ്റെ ഭാഗമാക്കണം. കുരു ഉള്ള കറുത്ത ഉണക്കമുന്തിരിയാണ് ഇതിന് നമുക്ക് വേണ്ടത്. ഇത് അണ്ടവളർച്ചയ്ക്കും ബീജശേഷിക്കും ഏറെ ഫലം ചെയ്യും. അതേപോലെ രണ്ടുപേരിലെയും ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കാനും സ്ത്രീയിൽ സെർവിക്കൽ മ്യൂക്കസ് വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. 20-25 ഉണക്കമുന്തിരി രാത്രി വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുകയാണ് വേണ്ടത്. മറ്റൊന്ന്, മഞ്ഞൾപ്പാൽ കുടിക്കുന്നതാണ്. രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരു ഗ്ലാസ് പാലിൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് തിളപ്പിച്ചാറിയ ശേഷം കുടിക്കുക. ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാകും. എല്ലാം കൂടി പറയുന്നില്ല. സ്ത്രീകളിലെ ഗർഭധാരണ തടസ്സമായി വരുന്ന സിസ്റ്റുകൾ, എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ് എന്നിവയൊക്കെ ഉള്ളവർ ഇത് പതിവാക്കുക. പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി നിങ്ങളുടെ ഭക്ഷണത്തിൽ അധികമായി ചേർക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാര്യ, ഗർഭിണിയാവാൻ ആഗ്രഹിക്കുന്ന ഭർത്താവ് മദ്യപാനം, പുകവലി, ഹാൻസ്, പാൻപരാഗ് പോലുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗം പാടെ ഉപേക്ഷിക്കണം. ഇതൊക്കെ നിങ്ങളുടെ ബീജത്തെ നശിപ്പിക്കുകയോ അതിൻ്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുകയോ ചെയ്യും. പുകവലിച്ചിരുന്ന ഒരാൾ അത് ഉപേക്ഷിച്ചതോടെ തന്നെ ബീജങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. കൂടാതെ അമിതമായി ചായ കുടിക്കുന്നത്, കാപ്പി കുടിക്കുന്നത് എന്നിവയും ഒഴിവാക്കുക. ഗർഭധാരണം എളുപ്പം സാധ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് അവരുടെ ഓവുലേഷൻ ദിവസത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരിക്കണം. അതൊരു ചാർട്ടാക്കി അവർ കരുതുകയും വേണം.
സ്ത്രീയുടെ ആർത്തവ സൈക്കിളിൻ്റെ പകുതിയോടെയാണ് ഓവുലേഷൻ അഥവാ അണ്ഡം പുറത്തു വരുന്നത്. ഈ അണ്ഡത്തിൻ്റെ ആയുസ് 1 ദിവസം മാത്രമാണ്. എന്നാൽ പുരുഷ ബീജം 2 ദിവസം മുതൽ ചിലപ്പോൾ 4 ദിവസം വരെയൊക്കെ ജീവനോടെ ഉണ്ടാകാം. ഈ ദിവസങ്ങളിൽ ബന്ധപ്പെടുന്നതാണ് ഗർഭധാരണം എളുപ്പമാക്കാനുള്ള ഒരു വഴി. ഓവുലേഷൻ ദിവസങ്ങളിലുള്ള ലൈംഗിക ബന്ധം ഗർഭസാധ്യത കൂട്ടുമെങ്കിലും ഒന്നിടവിട്ട ദിവസങ്ങളിൽ ബന്ധപ്പെടുകയാണ് വേണ്ടത്. ലൈംഗിക ബന്ധ സമയത്ത് ഭാര്യയുടെ നിതംബത്തിനടിയിലായി തലയണ വെക്കുന്നതും ബന്ധപ്പെടുമ്പോൾ ഗർഭസാധ്യത കൂടുതലുള്ള പൊസിഷനുകൾ തിരഞ്ഞെടുക്കുന്നതും നല്ലതാണ്. റിട്രോവേർട്ടഡ് യൂട്രസ് പോലെ ഗർഭപാത്രത്തിന് ചെരിവും സ്ഥാനവ്യത്യാസവുമുള്ള അവസ്ഥകളുണ്ട്. അതിന് യോജിച്ച സെക്സ് പൊസിഷനുകൾ തിരഞ്ഞെടുക്കുന്നത് ഗർഭസാധ്യത കൂടാൻ കാരണമാകും. ലൈംഗിക ബന്ധത്തിന് ശേഷം ലെഗപ്പ് വാൾ പൊസിഷനിൽ കിടക്കുന്നതും നല്ലതാണ്. ധാരാളം വെള്ളം കുടിക്കാൻ എപ്പോഴും രണ്ടുപേരും ശ്രദ്ധിക്കണം. ശരീരത്തിലെ ഓരോ ഘടകങ്ങൾക്കും വെള്ളം ആവശ്യമുണ്ട്. അത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം സോഡ, പെപ്സി, കോള പോലെയുള്ള ശീതള പാനീയങ്ങൾ കുടിക്കുകയും ചെയ്യരുത്. സോഡ കുടിക്കുന്നത് നിങ്ങളുടെ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കും. ദിവസവും 10-12 ഗ്ലാസ് വെള്ളമെങ്കിലും നിർബന്ധമായും കുടിക്കുക. സാധാരണ ഭക്ഷണങ്ങൾക്ക് പുറമെ ഫ്ലക്സ് സീഡ്, മുട്ട, പാല്, പാലുൽപ്പന്നങ്ങൾ, ഒലിവ് ഓയില്, കോഡ് ലിവർ ഓയിൽ, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഇലക്കറികൾ, അവക്കാഡോ, ബ്രോക്കോളി, ബീൻസ്, പച്ചക്കറികൾ ഇവയൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണം. ഓട്സ്, ബ്രൗൺ റൈസ്, ഗോതമ്പ്, റാഗി എന്നിവ നിങ്ങളുടെ പ്രധാന ഭക്ഷണമായും തിരഞ്ഞെടുക്കുക. സ്ത്രീക്കും പുരുഷനും ലൈംഗിക താല്പര്യം കൂടി കൂട്ടുന്ന ചില ഭക്ഷണങ്ങൾ കൂടിയുണ്ട്. ശതാവരി, അമുക്കുരം, സ്ട്രോബെറി, ഡാർക്ക് ചോക്ലേറ്റ് ഇങ്ങനെയുള്ളവയും ഭക്ഷണ മെനുവിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ശരീരഭാരം കൂടാതെ നോക്കുക. അമിതവണ്ണവും ഭാരവും ഗർഭധാരണത്തെ കൂടി ബാധിക്കും. 5 കിലോ എങ്കിലും വെയിറ്റ് കുറക്കുന്നതോടെ ഗർഭധാരണം സാധ്യമാകുന്നവർ ഏറെയാണ്. കൃത്യമായി ഉറങ്ങാനും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും കൂടി ശ്രദ്ധിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രയാസമാണെന്ന് ഒരു പക്ഷേ തോന്നിയേക്കാം. ഒരല്പം മനസ്സ് വെച്ചാൽ എളുപ്പം നടക്കുന്ന കാര്യങ്ങളാണിതൊക്കെ. ഗർഭധാരണം എളുപ്പമാകുന്നത് നിങ്ങളുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തുക എന്നതിലൂടെയാണ്. അത് എത്രത്തോളം ആരോഗ്യകരമാക്കുന്നോ അത് നിങ്ങളിലെ സ്വാഭാവിക ഗർഭധാരണം സാധ്യമാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരുപാട് മരുന്നുകൾ കുടിച്ചും IVF പോലെയുള്ള സാങ്കേതിക വഴികളിലേക്ക് പോകാതെയും ഒരു ഗർഭധാരണം സാധ്യമാകുന്ന വഴികളാണ് നമ്മുടെ ചാനലിലെ ഓരോ വീഡിയോകളിലും നിങ്ങളോട് ഞാൻ പറയുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം ആ വീഡിയോകൾ നിങ്ങളുടെ സമയം പോലെ കേൾക്കുകയും ക്ഷമയോടെ ഓരോ കാര്യങ്ങളും ചെയ്യുവാനും ശ്രദ്ധിക്കുക. ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ഒരു ടിപ്സ്, ഉദാഹരണത്തിന് ഉണക്കമുന്തിരി കഴിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ആത്മീയ ചികിത്സ, അത് ചെയ്യുന്നതോടെ ഞാൻ ഗർഭിണിയാകുമെന്ന് ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങൾ കഴിയരുത്. ഒരുപക്ഷെ അത് സാധ്യമായില്ല എങ്കിൽ അത് നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും. നിങ്ങൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ കൃത്യമായി ചെയ്യുക. റിസൾട്ട് തരുന്ന ആൾ നിങ്ങൾക്ക് ഹൈറായ സമയത്ത് അത് നൽകുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.